ഹേയ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് CMA ഇൻ്റർ ഫസ്റ്റ് ഗ്രൂപ്പിലെ പേപ്പർ 7 ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സേഷൻ ആണ്. അതിൽ 2 സെക്ഷൻസ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് സെക്ഷൻ ഡയറക്റ്റ് ടാക്സേഷൻ, സെക്കൻഡ് സെക്ഷൻ ഇൻഡയറക്റ്റ് ടാക്സേഷൻ. അപ്പോൾ നമ്മുടെ ഈ പേപ്പർ എക്സാമിന് 100 മാർക്കിനാണല്ലേ വരാറ്. ഈച്ച് സെക്ഷൻ ക്യാരീസ് 50 മാർക്സ് അല്ലേ. അതായത് ഡയറക്റ്റ് ടാക്സിൽ 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും ഇൻഡയറക്റ്റ് ടാക്സിൽ 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോണത് ഡയറക്റ്റ് ടാക്സേഷൻ ആണ്. നമ്മൾ ഒന്ന് എഫേർട്ട് എടുത്ത് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് കുറച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണിത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ വരുന്നത്. സെക്ഷൻ എ ഡയറക്റ്റ് ടാക്സേഷൻ. അതിൽ 3 മൊഡ്യൂൾസ് ആയിട്ടാണുള്ളത്. ഫസ്റ്റ് മൊഡ്യൂള് ബേസിക്സ് ഓഫ് ഇൻകം ടാക്സ് ആക്ട്. അതിൽ നിന്ന് വരുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് 10%, അതായത് 10 മാർക്സിന്. ആ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. സെക്കൻഡ് മൊഡ്യൂള് ഹെഡ്സ് ഓഫ് ഇൻകം. അതിൽ നിന്നൊരു 25%, അതായത് 25 മാർക്സിന്. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് HUF. അതിൽ നിന്നൊരു 50% വെയിറ്റേജ് ആണുള്ളത്. അപ്പം ഇനി നമുക്ക് ഓരോ മൊഡ്യൂൾസും ഒന്നുകൂടി ഡെപ്തായിട്ട് നോക്കി നോക്കാം, ഏതൊക്കെ ചാപ്റ്റേഴ്സാണുള്ളതെന്ന്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൽ 4 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് കൺസെപ്റ്റ്, ബേസിസ് ഓഫ് ചാർജ് ആൻഡ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസിപ്റ്റ്സ്. സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. തേർഡ് ചാപ്റ്റർ അഗ്രികൾച്ചറൽ ഇൻകം. ഫോർത്ത് ചാപ്റ്റർ ഇൻകം വിച്ച് ഡു നോട്ട് പാർട്ട് ഓഫ് ടോട്ടൽ ഇൻകം. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹെഡ്സ് ഓഫ് ഇൻകം ആണല്ലേ. അതിൽ 5 ചാപ്റ്ററാണ് വരുന്നത്. 5 ചാപ്റ്റർ എന്ന് പറയുന്നത് 5 ഹെഡ്സ്. അത് നമുക്ക് വഴിയെ പഠിക്കാം. 5 ഹെഡ്സ് ആണത്. അതിൽ ഫസ്റ്റ് ഹെഡ് വരുന്നത് സാലറീസ്. സെക്കൻഡ് ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. തേർഡ് ചാപ്റ്റർ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻക്ലൂഡിങ് ടാക്സ് ഓഡിറ്റ്. ഫോർത്ത് ചാപ്റ്റർ വരുന്നത് ക്യാപിറ്റൽ ഗെയിൻ. ആൻഡ് ഫിഫ്ത്ത് ചാപ്റ്റർ വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സ്. തേർഡ് മൊഡ്യൂളിൽ 9 ചാപ്റ്റേഴ്സാണ് വരുന്നത് അല്ലേ. ഇൻകം ഓഫ് അതർ പേഴ്സൺ ഇൻക്ലൂഡിങ് ഇൻ അസസീസ് ടോട്ടൽ ഇൻകം, അതായത് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയും. സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ്. തേർഡ് ചാപ്റ്റർ ഡിഡക്ഷൻസ്, റിബേറ്റ് ആൻഡ് റിലീഫ്. ഫോർത്ത് ചാപ്റ്റർ ടാക്സേഷൻ ഓഫ് ഇൻഡിവിജ്വൽ. ഫിഫ്ത്ത് ചാപ്റ്റർ അഡ്വാൻസ് ടാക്സ്. സിക്സ്ത് ചാപ്റ്റർ TDS ആൻഡ് TCS ആണ്. സെവൻത്ത് ചാപ്റ്റർ ഫയലിംഗ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം. എയ്ത്ത് ചാപ്റ്റർ പാൻ. നയൻത്ത് ചാപ്റ്റർ സെൽഫ് അസസ്മെൻറ്റ് ആൻഡ് ഇൻറ്റിമേഷൻ. അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ അത് നോക്കാം. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് നമുക്കിന്ന് ഫസ്റ്റ് ചാപ്റ്റർ തീർക്കാം. അപ്പോൾ തുടങ്ങല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബേസിക് കൺസെപ്റ്റ്, ബേസിസ് ഓഫ് ചാർജ് ആൻഡ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസിപ്റ്റ്. അതിൽ ആദ്യം തന്നെ നമുക്ക് ആക്ടിൻ്റെ ഇയർ പഠിക്കാം അല്ലേ. നമ്മുടെ ആക്ടിൻ്റെ പേര് വരുന്നത് ഇൻകം ടാക്സ് ആക്ട്. ഇയർ വരുന്നത് 1961. ആ നിയമം നിലവിൽ വന്നത് എന്നാണ് 1/4/1962. അപ്പോൾ നമ്മുടെ ആക്ടിൻ്റെ പേര് ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. പക്ഷെ ആ നിയമം നിലവിൽ വന്നത് 1962 അല്ലേ. ഡേറ്റ് ഓർത്ത് വെച്ചോ, ചിലപ്പോൾ MCQയിലോ ചോദിക്കാം. ഇപ്പോൾ 2 മാർക്കിനായതുകൊണ്ട് അത്ര എക്സ്പെക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, എന്നാലും ഒന്ന് ഓർത്ത് വെക്കണമെന്നല്ലേ.
അപ്പോൾ 1/4/1962 നിയമം നിലവിൽ വന്നത്. ഇനി നമുക്ക് ടാക്സ് എന്താണെന്ന് പഠിക്കാം അല്ലേ. വാട്ട് ഈസ് ടാക്സ്? ടാക്സിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം നമുക്ക് അല്ലേ. അപ്പോൾ ടാക്സസ് ആർ ദ കമ്പൾസറി പേയ്മെൻറ്റ് ഓർ എൻഫോഴ്സ്ഡ് കോൺട്രിബ്യൂഷൻ ടു ദ ഗവൺമെൻറ് റവന്യൂ ബൈ പബ്ലിക്. അതായത് ഗവൺമെൻറ്റിൻ്റെ റവന്യൂവിലേക്ക് പബ്ലിക്ക് കൊടുക്കുന്ന ഒരു കമ്പൾസറി ആയിട്ടുള്ളൊരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ എൻഫോഴ്സ്ഡ് കോൺട്രിബ്യൂഷൻ, അതിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുക. നമുക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ഫെസിലിറ്റീസ് ഉണ്ടല്ലോ, അതിനൊക്കെ ഗവൺമെൻറ്റിന് എവിടുന്ന ഫണ്ട്? നമ്മൾ ഈ കൊടുക്കുന്ന ടാക്സസ് ആണല്ലേ. അപ്പോൾ ടാക്സിൻ്റെ ഡെഫിനിഷൻ മനസ്സിലായല്ലോ. പബ്ലിക്ക് ഗവൺമെൻറ്റിലേക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു തരം പേയ്മെൻറ്റ്, അതിനെയാണ് ടാക്സ് എന്ന് പറയുക. ഇനി നമുക്ക് ടാക്സിൻ്റെ ടൈപ്സ് ഏതൊക്കെ? 2 തരം ടാക്സസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്താണെന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്നും വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ടാക്സസിൻ്റെ ടൈപ്സ് മനസ്സിലായല്ലോ, ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ബേസിക് റീസൺസ് ടു ഇമ്പോസ് ടാക്സേഷൻ. ടാക്സ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ബേസിക് ഫെസിലിറ്റീസ് ഫോർ എവറി സിറ്റിസൺ ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തെ ഓരോ സിറ്റിസണും ഓരോ വ്യക്തിക്കും ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനൊരു ഫണ്ട് വേണം അല്ലേ. അത് ടാക്സ് ത്രൂ ആണെന്ന് അതിലൊരു ടാക്സ് മാത്രമല്ല, ടാക്സും അതിലൊരു എക്സാമ്പിളാണ്. ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് ടാക്സും. മേജർ പാർട്ടാണ് കേട്ടോ. ടാക്സാണ് മെയിനായിട്ടുള്ളൊരു റവന്യൂ. അപ്പോൾ സിറ്റിസൺസിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിന് വേണ്ടിയിട്ടാണ് ഒരു റീസൺ. സെക്കൻഡ് റീസൺ എന്താ? ടു ഫിനാൻസ് മൾട്ടിപ്പിൾ ഗവൺമെൻറ്റ്സ്. കുറേ ഗവൺമെൻറ്റ്സ് ഉണ്ടല്ലേ, സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, അങ്ങനെ ഓരോ ഗവൺമെൻറ്റിനും ആവശ്യമായിട്ടുള്ള. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ടാക്സസ് 2 ടൈപ്സാണെന്ന് പറഞ്ഞു, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ലാസ്റ്റത്തെ പഠിക്കാം. റീസൺ വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ്. അപ്പോൾ ഒന്ന് പഠിച്ച് വയ്ക്കാം. ചെറിയ പോയിൻറ്റ്സ് അല്ലേ, ഞാൻ അത്രയും ചുരുക്കിയിട്ടാണ് ഇതിലെഴുതിയിട്ടുള്ളത്. അപ്പം പഠിക്കാൻ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കണം. ആവശ്യമുണ്ടെങ്കിൽ നോട്ടിലൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് ഡയറക്റ്റ് ടാക്സ്. അതിൻ്റെ ഒരു ഡെഫിനിഷനാണ്: ഡയറക്റ്റ് ടാക്സ് റെഫേർഡ് ടു ആസ് ദ ടാക്സ് ലെവിഡ് ഓൺ പേഴ്സൺസ് ഇൻകം ആൻഡ് വെൽത്ത് ആൻഡ് ഈസ് പെയ്ഡ് ഡയറക്ട്ലി ടു ദ ഗവൺമെൻറ്. അതായത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മേലാണ്? ഒരു വ്യക്തിയുടെ ഇൻകത്തിൻ്റെ മേലാണ് ഇത് ലെവി ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇറ്റ്സ് പെയ്ഡ് ഡയറക്ട്ലി ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിലേക്ക് നേരിട്ട് അടയ്ക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് നോക്കാം. ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. IDT, അതായത് ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് റെഫേർഡ് ടു ആസ് ദ ടാക്സ് ലെവിഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് ഈസ് പെയ്ഡ് ഇൻഡയറക്ട്ലി ടു ദ ഗവൺമെൻറ്. ഡയറക്റ്റ് ടാക്സ് ഒരു വ്യക്തിയുടെ ഇൻകത്തിൻ്റെ മേലാണെങ്കിൽ ഇത് ഗുഡ്സ് ആൻഡ് സർവീസ്, സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കുന്ന വ്യക്തിക്ക് ആ വിൽക്കുന്ന സാധനത്തിന്മേൽ വരുന്ന ടാക്സാണിത്. ഇത് ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിലേക്കല്ല, ഇൻഡയറക്റ്റ്ലി ആണ്. അത് നമുക്ക് പഠിക്കാം. ഡയറക്റ്റ് ടാക്സ് നേരിട്ടിട്ട് ഗവൺമെൻറ്റിലേക്ക് നമ്മൾ അടക്കണം. ഇൻഡയറക്റ്റ് ടാക്സ് നേരിട്ടല്ലാണ്ട് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇൻഡയറക്റ്റ് ടാക്സ് പേ ചെയ്യുന്നുണ്ടാവാം. ഏതെങ്കിലും ഗുഡ്സോ
സർവീസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ടാക്സ് അടക്കണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫീസ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിൽ GST ഉൾപ്പെടും. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ അത്യാവശ്യം വലിയ രജിസ്റ്റേർഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ബില്ല് കിട്ടുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. അതിൽ താഴെ CGST 2.5%, SGST 2.5% എന്ന് പറഞ്ഞിട്ട് ടാക്സും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള എമൗണ്ടാണ് ബില്ലായിട്ട് വരും. അപ്പോൾ ഇനി ബിൽസൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ടാക്സ് ഉണ്ടോ ഇല്ലേ കേട്ടോ. ഇപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിൻ്റെ ഇൻകത്തിൻ്റെ മേൽ വരുന്ന ടാക്സാണ്. അത് ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിലേക്ക് അടക്കണം. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് ടാക്സ് അതൊരു സാധനത്തിൻ്റെയോ അല്ലെങ്കിൽ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടാക്സാണ്. അത് ഡയറക്റ്റ്ലി അല്ല, ഇൻഡയറക്റ്റ്ലി ആണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. ഇൻസിഡൻസ് ആൻഡ് ഇമ്പാക്റ്റ് ഫോൾസ് ഓൺ സെയിം പേഴ്സൺ. അതായത് മേലെ പറഞ്ഞല്ലോ, ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിലേക്ക് അയക്കണം. അതായത് ഇപ്പോൾ ഏത് വ്യക്തിൻ്റെ ഇൻകത്തിൻ്റെ മേലാണോ ടാക്സ് വരുന്നത് അയാൾ തന്നെ ഗവൺമെൻറ്റിലേക്ക് ആ ടാക്സ് അടക്കണം. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് ടാക്സ് നോക്കിയാൽ നമുക്ക് ഇൻസിഡൻസ് ആൻഡ് ഇമ്പാക്റ്റ് ഫോൾസ് ഓൺ ഡിഫറെൻറ്റ് പേഴ്സൺ. ഇൻസിഡൻസും ഇമ്പാക്റ്റും രണ്ട് തരം വ്യത്യസ്ത ആൾക്കാരുടെ മേലാണ് വരുന്നത്. അതായത് ഇപ്പോൾ സർവീസും ഗുഡ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡ് വരുമ്പോൾ അവിടെ ടാക്സ് ലെവി ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻസിഡൻസ് വരുന്നത് ആ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൻ്റെ മേലാണ് ഇൻസിഡൻസ് വരുന്നത്. പക്ഷെ അത് പേ ചെയ്യുന്നത് അവരാണോ? അല്ല, നമ്മളാണല്ലേ. നമ്മളറിയാണ്ടാണെങ്കിൽ പോലും ആ ടാക്സ് പേ ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ തേർഡ് പോയിൻ്റ് എക്സാമ്പിളാണ്. ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ ഇൻകം ടാക്സ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു പേഴ്സൻ്റെ ഇൻകത്തിൻ്റെ മേൽ വരുന്ന ടാക്സാണ് ഇൻകം ടാക്സ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? GST, കസ്റ്റംസ് ഡ്യൂട്ടി. GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പിന്നെ ഫോർത്ത് പോയിൻ്റ് എന്താ വരുന്നത്? DT ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ ഇൻഫ്ലേഷൻ. ഇൻഡയറക്റ്റ് ടാക്സിലോ പ്രൊമോട്ട് ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷനെ പ്രൊമോട്ട് ചെയ്യാണ്. പിന്നെ ഫിഫ്ത്ത് പോയിൻ്റ് വരുന്നത് ഇവൻ്റ് ഈസ് ടാക്സബിൾ ഇൻകം ഓഫ് ദ അസസി. ഒരു അസസീൻ്റെ ടാക്സബിൾ ഇൻകമാണ് അവിടെ ഒരു ടാക്സബിൾ ഇവൻ്റായിട്ട് വരുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിലോ ഇവൻ്റ് ഈസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അവിടെ ടാക്സബിൾ ഇവൻ്റ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഒരു ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുമ്പോൾ അവിടെയാണ് ടാക്സബിൾ ഇവൻ്റായിട്ട് അതാണല്ലോ വരുന്നത്. അപ്പോൾ അതാണ് ആ പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് പോയിൻ്റ് വരുന്നത് പ്രോഗ്രസീവ് ഇൻ നേച്ചർ. ഡയറക്റ്റ് ടാക്സ് പ്രോഗ്രസീവ് ഇൻ നേച്ചറാണ്. ഇൻഡയറക്റ്റ് ടാക്സോ റിഗ്രസീവ് ഇൻ നേച്ചർ. ഇത് രണ്ടും കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ 4th പേജിൽ അതെന്താന്ന് ഒരു 2 ബോക്സസിലായിട്ട് കാണുന്നില്ലേ, അത് നമുക്ക് നോക്കാം എന്താണ്. അപ്പോൾ ടെക്സ്റ്റിൽ 4th പേജിലാണ്. ഫസ്റ്റ് ബോക്സിൽ ഡയറക്റ്റ് ടാക്സ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ എന്നാണ് പറയുന്നത്. സെക്കൻഡ് ബോക്സിൽ ഇൻഡയറക്റ്റ് ടാക്സ് റിഗ്രസീവ് ഇൻ നേച്ചർ. ഹൈ ഇൻകം ആണോ ലോ ഇൻകം ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കൺസിഡറേഷനോ ഒന്നും ഇല്ലാണ്ട് ഹൈ ഇൻകം വരുന്ന എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ഹൈ ടാക്സ് ആണ് ടാക്സ് വരുന്നത്. അതാണ് ലെസ് ഇൻകം വരുന്ന ആൾക്കാരോട് എന്താ ഉദ്ദേശിക്കുന്നത്. ലെസ് ടാക്സ് അല്ലെങ്കിൽ മനസ്സിലായില്ല, നിൽ ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഇല്ലയെന്ന്. നേരെ മറിച്ച് റിഗ്രസീവ് നേച്ചറിൽ നോക്കിയാൽ ഓൾ പേഴ്സൺസ്, അത് ലോ ഇൻകം ആയിക്കോട്ടെ ഹൈ ഇൻകം ഉള്ളവരായിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെയാണ് ടാക്സ് വരുന്നത് അല്ലേ. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് ടാക്സസ് ആണ് അല്ലേ. അതെന്താണെന്ന് നമുക്ക് നോക്കാം.
അതിൽ 3 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 3 ലിസ്റ്റാണുള്ളത്. ഷെഡ്യൂൾ 7-ലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പോയിൻ്റ് യൂണിയൻ ലിസ്റ്റ്, സെക്കൻഡ് പോയിൻ്റ് സ്റ്റേറ്റ് ലിസ്റ്റ്, തേർഡ് പോയിൻ്റ് കൺകറൻറ്റ് ലിസ്റ്റ്. അതിൽ ഫസ്റ്റ് പോയിൻ്റ്, അതായത് യൂണിയൻ ലിസ്റ്റിൽ ഓൺലി ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ദ പവർ ഓഫ് ലെജിസ്ലേഷൻ ഓൺ സബ്ജക്റ്റ് മാറ്റേഴ്സ് കവേർഡ് ഇൻ ലിസ്റ്റ്. ഈ ലിസ്റ്റിൽ പറയപ്പെടുന്ന മാറ്റേഴ്സിലൊക്കെ പവർ ആർക്കാണ്? സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമാണ്. സെക്കൻഡ് പോയിൻ്റ് സ്റ്റേറ്റ് ലിസ്റ്റ്. അതിൽ പവർ ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ പാസ് ലെജിസ്ലേഷൻസ്. പിന്നെ യൂണിയൻ ലിസ്റ്റ്, അതായത് ലിസ്റ്റ് 1, അതിൽ എൻട്രി 82 പറയുന്നത് ടാക്സസ് ഓൺ ഇൻകം അതർ ദാൻ അഗ്രികൾച്ചറൽ ഇൻകം, അതായത് ഇൻകം ടാക്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന എൻട്രിയാണ് എൻട്രി 82. സ്റ്റേറ്റ് ലിസ്റ്റിൽ, അതായത് ലിസ്റ്റ് 2 എന്നും പറയപ്പെടും, അതിൽ എൻട്രി 46 പറയപ്പെടുന്നത് ടാക്സസ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ നമുക്ക് അടുത്ത ഹെഡ് എന്താ നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടാക്സ് ലോ. അതിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ, അതിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ്സാണുള്ളത്, CBDT ആൻഡ് CBIC. CBDTയുടെ ഫുൾ ഫോം എന്താ? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. CBIC സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ഇതിൽ ബോത്ത് ഓഫ് ദ ബോർഡ് ഹാവ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963. 2 ബോർഡും സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963 ഈ ആക്ടിലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. CBDT ഡീൽസ് വിത്ത് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിൻ്റെ ലെവി ആൻഡ് കളക്ഷനെ സംബന്ധിച്ചിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനാണ് CBDT. മറിച്ച് CBIC എന്തിനാ? ഇൻഡയറക്റ്റ് ടാക്സസിൻ്റെ കളക്ഷനും ലെവിയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ ഈ പോയിൻ്റ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിൻ്റ് നോക്കാം. അടുത്തത് സോഴ്സസ് അല്ലെങ്കിൽ കോമ്പണൻസ് ഓഫ് ഇൻകം ടാക്സ് ലോ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇൻകം ടാക്സ് ലോക്ക് ആവശ്യമായിട്ടുള്ള സോഴ്സസ് അല്ലെങ്കിൽ കോമ്പണൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇതൊക്കെ അങ്ങനെ പഠിക്കണമെന്നില്ല, എന്നാലും ജസ്റ്റ് പേര് അറിഞ്ഞു വെച്ചിരിക്കണം നല്ലതാണ്. ഫസ്റ്റ്, ഇൻകം ടാക്സ് ആക്ട് 1961. നമുക്കടുത്തത് ഏതൊക്കെ നോക്കാം. ആനുവൽ അമെൻമെൻറ്റ്സ്. തേർഡ് പോയിൻ്റ് വരുന്നത് ഇൻകം ടാക്സ് റൂൾസ് 1962. ഫോർത്ത് പോയിൻ്റ് വരുന്നത് നോട്ടിഫിക്കേഷൻസ്, സർക്കുലേഴ്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ്. ഫിഫ്ത്ത് പോയിൻ്റ് വരുന്നത് ജുഡീഷ്യൽ ഡിസിഷൻസ്.